അവർ പറയുന്നത് അവരുടെ ശരികളാണ്, നമ്മൾ പറയുന്നത് നമ്മുടെ ശരികളാണ്. അതങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു ലെസൺ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. സോ പിന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വിറ്റ് വരും. അപ്പം ഈ ഐസ് വിറ്റ് കഴിഞ്ഞാൽ 1 രൂപക്ക് വാങ്ങിയ ഐസ് ആണെങ്കിൽ നമുക്ക് 2 രൂപക്ക് വിൽക്കാം. അപ്പോൾ ഇരട്ടിയാണ് നമുക്ക് ലാഭം. വെൽക്കം ബാക്ക് ടു വീഡിയോ ഡേ 19. ഓക്കെ, ബേസിക്കലി നമ്മൾ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 21 ആണ് വരിക. പക്ഷെ നമ്മൾ വീഡിയോയിൽ ഡേ ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ദിസ് ഈസ് അവർ 19th ഡേ. ഇന്നത്തെ ഡേയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കംപ്ലീറ്റ്ലി ഇൻ ടു ലോട്ട് ഓഫ് റിസർച്ച്, ലോട്ട് ഓഫ് പ്രോജക്റ്റ് ബേസ്ഡ് വർക്ക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. മോർണിംഗിൽ എഴുന്നേറ്റ് ത്രൂ കോൾ നമ്മൾ ടേക്ക് ഓഫിൻ്റെ ഇവൻറ്റിൻ്റെ കുറച്ച് ഡിസ്കഷൻസും ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് പരിപാടികളും അതിൻ്റെ ഡിസ്കഷൻസും, പിന്നെ ഹീല രോമയുടെ കുറച്ച് ഫോളോ അപ്പ് പരിപാടികളും, പിന്നെ കുറച്ച് പ്രോജക്റ്റുകളുടെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസും, ടീം മീറ്റിങ്സും, ദെൻ അക്കാദമി പരമായിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ്, അതിൻ്റെ കൂടെ തന്നെ ഇവൻറ്റ്, നമ്മുടെ ലിമിറ്റ്ലെസ് ഇവൻറ്റ് കൊച്ചിയിലെ ലൊക്കേഷൻ ഫൈൻഡിങ്, കോഴിക്കോട് ലൊക്കേഷൻ ഫൈൻഡിങ്ങും, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇന്നെന്താ പറയുക, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് താഴെ പോയിട്ടൊന്ന് നടന്ന് ഒന്ന് വാക്ക് ചെയ്ത് വന്നു എന്നല്ലാതെ വേറെ ഒന്നും ഇന്ന് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വർക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തൊരു ഡേ ആയിട്ട് എനിക്ക് ഇന്നത്തെ ഡേയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പക്ഷേ ഓവറോൾ കുറേ പണികൾ ഉണ്ടായതുകൊണ്ട് പെൻഡിങ്, ബാക്ക് ടു ബാക്ക് കഴിഞ്ഞ 2 ദിവസം ട്രാവലിങ്ങും പ്രോഗ്രാമും ഫങ്ഷൻസും ഒക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെതായിട്ടുള്ള കുറേ പണികൾ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ ഓക്കെയാണ്. ഇന്ന് ഞാനിങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്നും ഓരോ ദിവസം ഓരോ പുതിയ ആളുകളെ ഒന്നുകിൽ മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ഡേയിലും പരിചയപ്പെടുന്ന ആളുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയണമെന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സ്റ്റോറി കൂടി പറഞ്ഞു തരാം കേട്ടോ. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ലൈഫിൽ AK മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട്. നിങ്ങൾ പല ആൾക്കാരും എന്നെ അറിയുന്ന പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ ആളുടെ അടുത്തുനിന്ന് ഞാൻ ലേൺ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓൺട്രപ്രണർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക സൗന്ദര്യം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. അതിലൊക്കെ ഉപരി നമ്മൾക്ക് ഒരു ഡിസിപ്ലിൻ, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നമുക്ക് എപ്പോഴും എന്താ പറയുക എന്ത് കാര്യങ്ങളും ചെയ്യാനും ഭയങ്കരമായിട്ടുള്ളൊരു ആവേശം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് നല്ല പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ള സാധനങ്ങൾ. ഇത് നമ്മൾ പലപ്പോഴും എസ്പെഷ്യലി ഞാൻ ഇപ്പം ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇപ്പം ഇവൻറ്റിൻ്റെ ടൈം 10:30 ആയിരുന്നു. 10:30ക്ക് മുമ്പേ ഞാനും ടീമും അവിടെ എത്തി. അതേപോലെ തന്നെ ഓരോ മീറ്റിംഗ് പറയുമ്പോഴും അതിൻ്റെ സമയം പറയുന്ന സമയത്തിനടുത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, അത് അറ്റൻഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ കുറേ കാര്യങ്ങളിപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി എന്നുള്ള സാധനം. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ വെറുതെ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് എന്തുണ്ടാവുക, ഒരു ഔട്ട്കം ആയിട്ടുണ്ടാകുക എന്നുള്ളതാണ്. സോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പ്ലഗിൻസ് ലേണിങ്ങിൻ്റെ ഒരു കോൺവക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. കോൺവക്കേഷന് പോയ സമയത്ത് എനിക്കൊരു ഒരു ഗുഡ് എക്സ്പീരിയൻസും പറയാം, ഒരു ബാഡ് എക്സ്പീരിയൻസും പറയാം. ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ അങ്ങനെ ഒരു ഇവൻറ്റിൽ എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രീമിയം, ഒരു ചീഫ് ഗസ്റ്റായിട്ട് ആളുകൾ നമ്മളെ കാണുന്നു, നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. ദറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിയിൽ പോയി കഴിഞ്ഞാലും കുറച്ച് കുട്ടികളൊക്കെ എന്താവും, കുറച്ച് ആക്റ്റീവായിരിക്കും, കുറച്ച് കുട്ടികൾ തീരെ ആക്റ്റീവായിരിക്കില്ല, കുറച്ചൊരു മീഡിയം ലെവലിലൊക്കെ ആയിരിക്കും. അപ്പം ഒരു ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ലെവലിലേക്കാണ് മിക്കതും നമ്മുടെ
ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എപ്പോഴും ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്, മോർ ദാൻ ലേണിങ്സ് ആൻഡ് മോർ ദാൻ ഇൻസൈറ്റ്സ്. കാരണം നമ്മളെത്ര തന്നെ വലിയ സംഭവങ്ങൾ പറഞ്ഞാലും ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളി വിടുകയാണെന്നുള്ള പരിപാടിയുണ്ട്. അത് ശരിക്കും ഞാൻ കേട്ടില്ല, പക്ഷെ എൻ്റെ കൂടെ ടീമുണ്ടായതുകൊണ്ട് അവർ കേട്ട് ചെങ്ങായി തള്ളിലാണ് കിടന്നത്. ഇപ്പോൾ ഞാൻ അതിൽ തള്ളിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓൺട്രപ്രണർ ആകുന്നതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആകാമെന്ന സാധനമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഓൺട്രപ്രണർ ആയി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു സാധനം കച്ചവടം ചെയ്തത് അത് എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് ഈ ഐസ് എന്ന് പറയുന്നത്, പോപ്പ് ഐസ്, സിപ്പപ്പ്, നമ്മൾ പോപ്സിക്കിൾസിൽ എന്നൊക്കെ പറയാമല്ലോ, അതായിരുന്നു ലൈഫിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-ലോ 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്കിൾ വാങ്ങിച്ചു തന്നപ്പോൾ ഞാൻ ആ സൈക്കിളിൻ്റെ പുറകിൽ അന്ന് ഈ എണ്ണ അതുപോലെ തന്നെ ഈ ഓയിലിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഓയിലിനൊരു ക്യാനുണ്ട്, എനിക്കറിയില്ല ആ ടൈപ്പ് ക്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരാമെന്നറിയില്ല. ആ ഒരു ക്യാനുണ്ട്, ആ ക്യാന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം റൗണ്ടായിരിക്കും, ഒരു ഇതുണ്ടാവും, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ തെർമാക്കോൾ വാങ്ങിയിട്ട് ഒട്ടിച്ച് വെക്കും ഇതിനുള്ളിൽ ഈ ഐസ് വാങ്ങി അതിൽ വെച്ച് അലിയാതിരിക്കാൻ വേണ്ടിയിട്ട്, കുറേ സമയം നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടത് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും, ഐസിൻ്റെ ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും ഒരു അതിൻ്റെ ഐസ് ഫാക്ടറിയിലേക്ക് പോകാൻ. അവിടെ പോയിട്ട് അന്ന് നമ്മൾ കുടുംബക്കാരൊക്കെ വരുമ്പോൾ ഈ പോക്കറ്റ് മണിയൊക്കെ തരുമല്ലോ. അപ്പോൾ ആ പോക്കറ്റ് മണി അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് നിന്നൊക്കെ ചെങ്ങനെയൊക്കെ ചോദിച്ച് കുറച്ചൊരു 50 രൂപ 100 രൂപ ഒക്കെ വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ഇതെന്ത് ചെയ്യും, ഞങ്ങൾ അവിടുന്ന് നിറച്ച് ബൈക്കിൻ്റെ പുറകിൽ കയറ് വെച്ച് കെട്ടി, സൈക്കിളിൻ്റെ പുറകിൽ കയറ് വെച്ച് കെട്ടിയിട്ട് പിന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വിറ്റ് വരും. അപ്പം ഈ ഐസ് വിറ്റ് കഴിഞ്ഞാൽ 1 രൂപക്ക് വാങ്ങിയ ഐസാണെങ്കിൽ നമ്മൾ 2 രൂപക്ക് വിൽക്കാം. അപ്പോൾ ഇരട്ടിയാണ് നമുക്ക് ലാഭം, മുതലിൻ്റെ നേരെ ഇരട്ടി നമുക്ക് കിട്ടും. അപ്പം അവിടെ നിന്നാണ് ബേസിക്കലി എൻ്റെയൊക്കെ ഒരു ഓൺട്രപ്രണർഷിപ്പിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ മാർക്കറ്റ് ചെയ്യാനും സെയിൽസ് ചെയ്യാനും ആളുകൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ ഒരു താല്പര്യം, അതാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്, എന്നൊക്കെ ബേസിക്കലി ഇവിടെ എത്തിച്ചിട്ടുള്ളത് ആ ഒരു തുടക്കമാണ്. അപ്പം അങ്ങനെ തുടങ്ങിയ പല ആളുകൾ ഇന്നും പല ഇടത്തും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ആരോ തള്ളലാണെന്നൊക്കെ പറഞ്ഞു. തള്ളലല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫിൽ, ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ട്. ഇടങ്ങേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്നുമല്ല, നല്ല രീതിയിൽ ഇടങ്ങേറായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. എന്താ പറയുക, അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം പോലും നമ്മളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ അപ്പോൾ സ്കൂള് കഴിഞ്ഞാൽ മാത്രമാണ് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ ദിവസങ്ങളിൽ മാത്രമേ കളിക്കാറുള്ളൂ. സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ ജോലിക്ക് പോകാറുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ. കാരണം കയ്യിൽ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. സ്കൂളിൽ നിന്ന് ഒരു മിഠായി വാങ്ങി തന്നെങ്കിൽ പോലും നമ്മളെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയാലേ ആ സമയത്ത് പറ്റുള്ളൂ. കാരണം ബിക്കോസ് നമ്മുടെ നാട്ടിൽ അത്രയും വീട്ടിലൊക്കെ അത്രയും കഷ്ടപ്പാടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരു ഓൺട്രപ്രണർ ആകണം എന്നുള്ള, ഒരുപക്ഷെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നടത്തണം എന്നുള്ളൊരു വാശിയാണ് എന്നെ പലപ്പോഴും എന്നെ ഓൺട്രപ്രണർഷിപ്പിലേക്ക് തള്ളിയിട്ടുള്ളത്. പിന്നീട് ഇങ്ങനെ ഇവോൾവ് ചെയ്ത സമയത്ത് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസും വൈ ഐ ബിക്കം എൻ ഓൺട്രപ്രണർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിനൊരുപാട് പർപ്പസ് ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത്. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നത്. സോ ഇന്നൊരു ലൈഫ് ലെസൺ എന്ന് പറയുന്നത് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, നമ്മൾ പലപ്പോഴും നമ്മൾക്കെതിരെ കൈ ചൂണ്ടുന്ന സമയത്ത് പല ആൾക്കാരും നമ്മളുടെ എതിരെ, നമ്മളെ കൂടെയുള്ള ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യൂലേ, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മളും ഇതുപോലെ ആക്ട് ചെയ്ത ആളുകളായിരിക്കും. അതായത് നമ്മളും മറ്റുള്ളവർക്കെതിരെ ഇതുപോലെ പലപ്പോഴെങ്കിലും നമ്മൾ കൈ ചൂണ്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റി എന്തായിരുന്നു നമ്മൾ ആലോചിക്കുന്നു പോലും ഉണ്ടാവില്ല. ആലോചിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തോന്നിയത് നമ്മൾ പറയും. അപ്പം അങ്ങനൊരു സാധനം നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കുക, എല്ലാവരുടെ അഭിപ്രായങ്ങളും വ്യത്യാസമുള്ളത്. കാരണം
ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. നമ്മൾ പറയുന്നത് മാത്രമല്ല, അവർക്ക് അവരുടെ ശരികളാണ്, അവർ പറയുന്നത് അവരുടെ ശരികളാണ്, നമ്മൾ പറയുന്നത് നമ്മുടെ ശരികളാണ്. അതങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു ലെസൺ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. സോ എല്ലാവർക്കും എന്തുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ സ്റ്റേ, എന്താ പറയുക, നമ്മൾ അടിപൊളിയാണ്, മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും കുറവുകളും കൂടുതലും ഒക്കെ ഉണ്ടാവും. സോ അതറിഞ്ഞ് നമ്മൾ നിൽക്കുക അല്ലേ. ഇന്നെൻ്റെ ഉമ്മ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജീവിതത്തിൽ കുറേ കാലമായിട്ടാണ് സന്തോഷത്തോടെ കുറേ കാര്യം സംസാരിക്കുന്നത്. കാരണം അതൊരു ഓൺട്രപ്രണർ ആയതുകൊണ്ട് മാത്രം എനിക്ക് മിസ്സായിട്ടുള്ള ഒരുപാട് നല്ല മൊമെൻ്റ് ഉണ്ട് എൻ്റെ ഫാമിലിയുമായിട്ടുള്ള. അപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, തമാശക്കെങ്കിലും എനിക്കിന്ന് കുറച്ച് സംസാരിക്കാൻ പറ്റി എന്നുള്ളൊരു സാധനമുണ്ട്. അത് സെയിം ടൈം എനിക്കും ഇന്ന് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയതുകൊണ്ട് പലരെയോടും എനിക്ക് സംസാരിക്കാനും കഴിയാറില്ല. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട്. സോ എനിവേ, താങ്ക് യു വെരി മച്ച്. ഞാൻ എത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് കേട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ദിസ് ഈസ് മൈ ഡെയിലി ജേണൽ. ഐ ജസ്റ്റ് ഷോക്കേസ് മൈ ജേർണി ആൻഡ് മൈ എക്സ്പീരിയൻസ് ഇൻ ദിസ് വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയിങ്. അല്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനി എൻജോയ് ചെയ്യുന്നില്ല, നമ്മൾ എന്തെങ്കിലും ശൈലിയൊക്കെ മാറ്റണമെങ്കിൽ അതും പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതും പറയാം കേട്ടോ. സോ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. സീ യു സൂൺ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.